ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങൊന്നുമായിട്ടല്ല, ഒറ്റ ദിവസം കൊണ്ട് വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഐറ്റംസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കണ്ടല്ലോ, ഈ ഒരു ടോപ്പ് ഇതുപോലെ 4 ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തത്. ഫ്രണ്ടിൽ സിബൊക്കെ വെച്ചിട്ടുള്ള കോട്ടൻ്റെ ലൈനിങ് ഒന്നും ഇടാത്ത ഒരു ടോപ്പ്. അങ്ങനെ 4 ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തു. കണ്ടല്ലോ, മാക്സി ബിറ്റ് കൊണ്ടാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ കസ്റ്റമർ നാളെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. കണ്ടില്ല, അപ്പോൾ 2 ടോപ്പ് നമ്മൾ നിവർത്തി കാണിച്ചു തന്നു. ഇനി 3ാമത്തെ ടോപ്പാണിത്. ഇതും എല്ലാ ടോപ്പിനും ഫ്രണ്ടിൽ ഇതുപോലെ സിബൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ടോപ്പിൻ്റെ അതേ നിറത്തിലുള്ള സിബ് ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് വീട്ടിലുള്ളതെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ 3ാമത്തെ ടോപ്പ് നമ്മൾ നിവർത്തി. ഇനി 4ാമത്തെ ടോപ്പാണിത്. അപ്പോൾ 4 ടോപ്പ് നമ്മൾ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തു. പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും കസ്റ്റമർ കൊണ്ടുവന്നാൽ അത് മടക്കി വിടാറില്ല. അപ്പോൾ 28-ാം തീയതി കല്യാണത്തിന് 27-ാം തീയതി വൈകുന്നേരമാണ് ഈ ബ്ലൗസ് കൊണ്ടുവന്നത്. നാളെ എനിക്ക് 10 മണിയാകുമ്പോൾ വേണം പറഞ്ഞാണ്. അങ്ങനെ ബ്ലൗസൊക്കെ ഞാൻ രാത്രി തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കിടന്നുറങ്ങിയത്. ആ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഒരു ചുരിദാർ ബിറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കണ്ടല്ലോ. ഈ ഒരു ചുരിദാർ ബിറ്റും അതിൻ്റെ തലേന്നാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ കസ്റ്റമർ എനിക്ക് ഏത് മോഡലിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ അറിയില്ല എന്ന് പറയില്ല. കാരണം അറിയാത്തതാണെങ്കിലും ഓല് പറയുന്ന മോഡൽ അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുണ്ട്. ഇതുവരെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനിയും അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥന. അല്ല, ഈ ഒരു ബ്ലൗസും അന്ന് തലേന്നാണ് കൊണ്ടുവന്നത്. 27-ാം തീയതി വൈകുന്നേരം കൊണ്ടുവന്ന് രാവിലെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചെന്ന്. കാരണം എനിക്ക് 28-ാം തീയതി പരിപാടി ഉണ്ട്, ഗെറ്റ് ടുഗദർ ഉണ്ടായി ഞാൻ പഠിച്ച സ്ഥലത്ത്. അപ്പോൾ അങ്ങോട്ട് പോകും വേണം രാവിലെ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിനി. പക്ഷെ എന്നാലും ഞാൻ വാങ്ങി വെച്ച് അങ്ങനെ ഉറക്കം വെച്ചെങ്കിലും സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് അന്ന് രാത്രി തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ച്. രാവിലെയാണ് ഇത് ഈ ഒരു നെക്കും ഹുക്സൊക്കെ രാവിലെയാണ് തുന്നി പിടിപ്പിച്ചത്. അതുപോലെ ഇതിൻ്റെ എഡ്ജും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, സാരിയുടെ എഡ്ജ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് കൊണ്ടുവന്നിട്ട് നാളെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നവരുണ്ട്. ചിലപ്പോൾ ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ട് ഇന്ന് വൈകുന്നേരം വേണമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ നിന്നൊക്കെ എക്സ്ട്രാ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് ഈടാക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പറയാൻ കാരണം നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യല്ലേ, ചിലപ്പോൾ ഉറക്കം വെച്ചിട്ടൊക്കെ കാരണം സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതല്ലേ, അല്ലെങ്കിൽ നമുക്ക് 4 ദിവസം മുന്നേ 8 ദിവസം മുന്നേ കൊണ്ടുവന്ന് തരാണെങ്കിൽ നമുക്ക് നമ്മൾ ഒഴിപോലെ ഇങ്ങനെ ഓരോ ഭാഗവും സ്റ്റിച്ച് ചെയ്താൽ മതി. അതല്ലല്ലോ, നമ്മൾ ഇരുന്ന ഇരിപ്പിലാണ് തീർക്കല്ലേ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ചാർജ് വാങ്ങാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മടക്കി വെക്കൽ കേട്ടോ. അപ്പോൾ മടക്കി വെക്കുന്ന രീതിയാണിത്. ഇതുപോലെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിക്ക് 2 മടക്കാക്കി ഇതുപോലെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ചതിന് ശേഷം കണ്ടല്ലോ, സ്ലീവിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ പകുതിയായിട്ട് വരുന്ന രീതിക്ക് മടക്കുക. കണ്ടല്ലോ, ഇതുപോലെ മടക്കി സ്ലീവൊക്കെ നിവർത്തി വെച്ച് അതിൻ്റെ നടുവൊന്ന് മടക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കസ്റ്റമർക്ക് ഞാൻ മടക്കി കൊടുക്കൽ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആണ് മടക്കി വെക്കൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും എനിക്ക് കസ്റ്റമർ തരുന്ന ഓരോ വർക്കുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനലിൽ കട്ടിങ് വീഡിയോ ഉണ്ടാവലുണ്ട്, സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ അത് പോയി കണ്ട് അതുപോലെയൊക്കെ ചെയ്ത് കുട്ടികൾക്കും സ്വന്തമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴൊന്നും ഒരു വേറൊരു സന്തോഷമാണ്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് ടോപ്പ് മാക്സി അതൊക്കെ ബിസിനസ്സായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഹോൾസെയിൽ കടയിൽ പോയാണ്ടൊക്കെ ശീലമൊക്കെ എടുത്ത് ഇതുപോലെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നമ്മൾ അടുത്തുള്ളവർക്കും ഒക്കെ സെയിൽ ചെയ്യട്ടോ. അതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്, ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ വിട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ചാനലിൽ പോയാണ്ടൊന്ന് കണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് പഠിക്കട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഇങ്ങനെയാണ് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഇതുപോലെ മടക്കി
കവറിലാക്കിയാണ് കൊടുക്കൽ കേട്ടോ. അപ്പോൾ കവറൊന്നും ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ കവറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓല് കൊണ്ടുവരുന്ന കവറിലൊന്നും ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയൊക്കെ നല്ല ബിസിനസ്സായിട്ട് നല്ല ഒരു കുറച്ചൊക്കെ ഏണിങ്ങൊക്കെ ഉണ്ടായിട്ട് സ്വന്തമായിട്ടൊരു കവറൊക്കെ വാങ്ങി ഇതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.